ട്രിവാൻഡ്രത്തെക്കുറിച്ച് അങ്ങനെ കാര്യമായിട്ട് ഐഡിയ ഇല്ലാത്ത ഞാൻ ട്രിവാൻഡ്രത്തെ അടുത്തറിയാനായിട്ട് രാവിലെ ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ്. സോ ലെറ്റ്സ് എക്സ്പ്ലോർ ട്രിവാൻഡ്രം. അങ്ങനെ ട്രിവാൻഡ്രത്തെ അടുത്തറിയാനുള്ള ഒരു ആഗ്രഹവുമായി ഞാൻ ചാടിക്കയറിയതൊരു ഓട്ടോയിലായിരുന്നു. ആൻഡ് നമ്മളിന്ന് പോണതേ സെക്രട്ടേറിയറ്റിലേക്കാണ് കേട്ടോ. സിനിമയിലൊക്കെ കാണുന്നത് പോലെ തന്നെ കുറേ സമരക്കാരൊക്കെ വെളിയിലിരിപ്പുണ്ടായിരുന്നു. ഹായ്, ഞാൻ പണ്ട് എൻ്റെ സോഷ്യൽ സയൻസിൻ്റെ പുസ്തകത്തിൽ കണ്ട അതേ സെക്രട്ടേറിയറ്റല്ലേ ഈ കണ്ണറയെ കണ്ടുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്തെ അടുത്തറിയാൻ തിരുവനന്തപുരംകാരെയും നമ്മൾ അടുത്തറിയണം. സോ അങ്ങനെ ഒരു ടോക്കിന് വേണ്ടിയിട്ട് ഞാനൊരു ടോപ്പിക്കൊക്കെ ആയിട്ടാണ് പോയത്. ഇപ്പോൾ ചൂട് സമയമാണല്ലോ. അപ്പോൾ ചൂട് സമയത്ത് എന്താണ് ചൂടിനെ പ്രതിരോധിക്കാൻ ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. ആൻഡ് ചോദ്യത്തിൻ്റെ റെസ്പോൺസ് എന്നാൽ കാണാം. ഇപ്പോൾ ഈ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ ചേട്ടൻ ചെയ്യണേ? അയ്യോ, അതിൻ്റെ കാര്യമൊന്നും പറയണ്ട. ചൂടുള്ള സമയത്ത് വെള്ളത്തിൽ നിന്ന് കയറുന്നില്ല. അതുപോലെ ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോഴെല്ലാം കുളിക്കുക, അങ്ങനെയൊക്കെയുള്ള പരിപാടി. അല്ലാതെ എന്താ ചെയ്യാനാ? നല്ല കാറ്റ് കിട്ടുന്നവർക്ക് പോയിരിക്കും. ഇതൊക്കെയാണ് ഇപ്പം ചെയ്യുന്നത്. എന്നാലും ഈ ചൂട് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ചൂട് കൂടുതലാണ്. ചൂട് ഒന്നും ആയിട്ടില്ല. ഇപ്പോൾ വെള്ളം കിട്ടാൻ നിവൃത്തിയില്ല. ഓട്ടോയാണ് ഓടുന്നത്. അപ്പോൾ ഈ ഓട്ടോയ്ക്കകത്തും ചൂടാണ്. സാധാരണ വെള്ളം കുടിക്കാറ്, പിന്നെ തണലത്ത് മാറിയിരിക്കുക, പിന്നെ ചൂട് കാലത്ത് പുറത്തിറങ്ങാറില്ല. എന്നാൽ പിന്നെ നമുക്ക് അടുത്ത ദിവസം അടുത്ത സ്ഥലത്തേക്ക് പോകാം. ബൈ.